ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ, അതേമാതിരി ഒക്കെയുള്ള കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് നമുക്കൊന്ന് നോക്കാനുള്ളത് കേട്ടോ. നോക്കാം. നമ്മൾ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഓപ്ഷനാണ്. അതായത് നല്ലതും ചീത്തയുമായ ധാരാളം സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകും. ഓപ്ഷൻ എന്ന കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ്. അവിടെ നമ്മുടെ സെലക്ഷനാണ് പ്രാധാന്യം. നല്ലത് സെലക്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ അവർ ലക്കാണ് അവരുടെ. അല്ല ഇനിയിപ്പോൾ നമ്മളുടെ അതായത് ഒരു മായാലോകമാണത്. കണ്ണഞ്ചിപ്പിക്കുന്ന ആ മായാലോകത്ത് നല്ലത് എന്ന് കരുതി വെളുക്കച്ചിരിക്കുന്നവരുടെ മുമ്പിൽ പെട്ട് അബദ്ധത്തിൽ ചാടുന്നവർക്ക് അത് വലിയ ട്രാജഡിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കാർഡ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അത് തന്നെയാണ്. ആ കാർഡിൽ നിന്ന് ഒരു പിൻകുത്ത് കിട്ടിയിരിക്കുന്നത്, അതായത് ഒരു ബാക്ക് സ്റ്റാബിങ് അനുഭവിച്ച ഒരു വ്യക്തിയുടെ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ മാനസിക സംഘർഷങ്ങൾക്ക് പുറമേ ഒരു പക്ഷേ കയ്യാങ്കളി അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് അല്ലെങ്കിൽ അതേമാതിരിയുള്ള കോടതി ആ രീതിയിലുള്ള പല ദുർനിമിത്തങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ആ ഒരു ദുരനുഭവങ്ങളിലൂടെ ഈ വ്യക്തി വേട്ടയാടപ്പെട്ടു എന്ന് കാണിക്കുന്നു. അവിടെ പ്രതിരോധിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും പല കാര്യങ്ങളിലും പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്, വിജയിച്ച് നിൽക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ വന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം ദുരിതം ഇവിടെ അനുഭവിച്ചു എന്ന് കാണിക്കുന്നു. എന്നാൽ അവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു മാറ്റം വന്നു അല്ലെങ്കിൽ ഒരു മാറ്റം വരും എന്നാണ്. ഇപ്പോൾ വന്നു എങ്കിൽ പലർക്കും അത് വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുണ്ടാകണം. അങ്ങനെ വന്നു എങ്കിൽ അത് വന്നു, ഇല്ലെങ്കിൽ വരാനിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ബോൾഡ്നെസ്, ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സൂട്ട്സ് ആണ്. അപ്പോൾ ഒരു ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും കാര്യങ്ങൾ അതിവേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള നെട്ടോട്ടം, അത് ആൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിരിക്കുന്നു. കാര്യങ്ങൾ എൻ്റെ ആ റോങ് സൈഡ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പോയ വഴി അത് ശരിയായിരുന്നില്ല, ഇതൊക്കെ ആൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ചെയ്തു വച്ചിരിക്കുന്ന കുറേ ജോലികളുണ്ടായിരുന്നു. ആ ജോലികളിലെല്ലാം ഒരു ഫലം പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു, സ്വയം പ്രകാശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോൾ സെർച്ചിങ് അവിടെ വന്നിരിക്കുന്നു എന്നാണ്. കാരണം നമ്മളുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും സോളിനെ സെർച്ച് ചെയ്യുന്നത്, അല്ലേ? നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ചെയ്ത, അല്ലെ ഞാൻ ഇതുവരെ കഴിഞ്ഞുപോയ, അല്ലെ ഞാൻ കടന്നുപോയ എൻ്റെ വഴികൾ അത് നല്ലതായിരുന്നില്ല. എനിക്ക് അന്നത് ആ ഓപ്ഷൻ്റെ പുറകെ പോയപ്പോൾ അത് മാണിക്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച പല കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. എന്നാൽ അങ്ങനെയല്ല എന്ന് ഈ സോൾ സെർച്ചിങ്ങിലൂടെ ഇയാൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെ ഒരു സൊസൈറ്റിയിൽ നമ്മളുടെ മതപരമായ കാര്യങ്ങളിലും അതേമാതിരി കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കുറച്ച് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഈ വ്യക്തി കാത്തു സൂക്ഷിക്കുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുണ്യ സ്ഥലങ്ങളിൽ വ്യക്തി വളരെയധികം സന്ദർശിച്ചു എന്നും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ രീതിയിൽ കുറച്ച് മനസ്സിനൊരു ചേഞ്ച് വന്നു. അതിൽ നിന്ന് തിരിച്ചു പോന്നു എന്നാണ്. തിരിച്ചു പോന്നു എന്ന് പറയുമ്പോൾ ഒരു യാത്രയാണ്. ആ ഒരു ജേണിയിൽ നിന്ന്, ആ ഒരു നെഗറ്റീവ് പാത്ത് ആയ ആ ഒരു ജേണിയിൽ നിന്ന് ഇപ്പോൾ വേറൊരു പുതിയ വഴിയിലൂടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. ഇനി നെക്സ്റ്റ് എംപ്രസ് വന്നിട്ടുണ്ട്. എംപ്രസ് കാർഡുണ്ട്, അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ജീവിതത്തിലെ ആ ഒരു നല്ല നാളെ, അല്ലെ ആ ഒരു നല്ല കാലങ്ങളിലേക്ക് ഇവിടെ എത്തിപ്പെടും, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ട്. അതുപോലെ തന്നെ അത് വരാൻ സാധ്യത ഏറെ കാണുന്നു എന്നാണ്. ഇവിടെ നമുക്ക് ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുവാൻ കാരണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ആൾക്ക്
പറ്റിയ വിഷമങ്ങൾ എന്ന് പറയാം നോക്കാം നമുക്ക്. ഇവിടെ ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലാകാം. അത് പക്ഷേ ഫിനാൻസിൻ്റെ കാര്യത്തിലാകാം, കരിയറിൻ്റെ കാര്യത്തിലാകാം, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെയും ആകാം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ വളരെയധികം പിന്നെ കൺഫ്യൂഷൻ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവിടെ കുറേ കൺഫ്യൂഷൻ, അത് ഓപ്ഷൻ ആകുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൺഫ്യൂഷൻ വരും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്ന് വെച്ചാൽ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് ഉള്ള ഒരു ചില വിഷയങ്ങളുണ്ട്. കയ്യിലിരിക്കുന്നതിനെ വിട്ടിട്ട് പറന്നു പോകുന്നതിനെ പിടിക്കാൻ ഓടുമ്പോൾ നമുക്കവിടെ കൺഫ്യൂഷൻ വരും. പിന്നെ എല്ലാം നമ്മൾ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലൂടെ നമുക്ക് അങ്ങനെയാണ് കാണുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതാണ് ആ ഓപ്ഷൻ കാർഡ് വന്നപ്പോൾ തന്നെ നമുക്കത് ഏതാണ്ടൊക്കെ മനസ്സിലായതാണ്. എങ്കിലും നമ്മൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാതെ നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ തേർഡ് പാർട്ടി 1, 2 അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം ഓപ്ഷൻസാണ്. എത്ര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര പേരുടെ അട്രാക്ഷനിൽ ഇയാൾ പെട്ടു അല്ലെങ്കിൽ ഇവർ പെട്ടു, ഇതൊന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല. എങ്കിലും അത്യാവശ്യം ഓപ്ഷൻസ് കൈകാര്യം ചെയ്ത വ്യക്തി തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അവിടെ വളരെ സീക്രറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ കൺഫ്യൂഷൻ വന്നു. അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യവും പിന്നെ പറഞ്ഞിരുന്നില്ല എന്നാണ്. നിങ്ങളോട് പലപ്പോഴും ഒരു റണ്ണറുടെ ഒരു അവസ്ഥയിലാണ് നിന്നിരുന്നത്. നിങ്ങൾ ഒന്ന് വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിച്ചാലോ ഒക്കെ ഒരു റണ്ണർ എന്ന അവസ്ഥയിലാണ്. ഒരിക്കലും നിങ്ങൾക്ക് പിടിതരുന്നില്ല എന്നുള്ളതാണ്. പിടിതരാതെ ഉള്ള ഓട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ വളരെയധികം ചേസ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ഇങ്ങനെ പാടില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ പല രീതിയിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ചേസറും വന്നിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്നെ ചേസ് ചെയ്യണ്ട, എനിക്കത് ഇഷ്ടമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും. അതായത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് നീ എന്നെ ചേസ് ചെയ്യുന്നത്, എനിക്കിഷ്ടമില്ല. കാരണം ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ ചേസ് ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ ചേസിങ് നല്ലതൊന്നും അല്ല, അതിനോട് യോജിപ്പുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലർ ചേസ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് റൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇയാളുടെ കള്ളത്തരം പിടിക്കുമോ എന്നുള്ള പേടി തന്നെയാണ്. ആ കള്ളത്തരം പിടിക്കപ്പെടും എന്നുള്ള പേടി കണ്ടപ്പോഴാണ് എനിക്ക് ചേസിങ് ഇഷ്ടമല്ല എന്ന് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല പല കാര്യങ്ങളിലും. നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്, പക്ഷേ ഒരിക്കലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അത് പക്ഷേ റിഗ്രറ്റ് ഉണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം ഇവിടെ ഒരു സോൾ സെർച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? സോൾ സെർച്ചിങ് വരുമ്പോൾ എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ഇപ്പോഴാണ് ഓർക്കുന്നത്. ഞാൻ ചെയ്തു പോയ എൻ്റെയൊക്കെ തെറ്റുകൾ എന്താണ്, ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ ഒരിക്കലും നിങ്ങളുമായിട്ടൊരു മാച്ച് അല്ല എന്നൊക്കെയാണ് ആൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഒരിക്കലും എനിക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ശരിയാവില്ല, ഇങ്ങനെയാണെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. കാരണം താൻ പിടിച്ച മുയലിനോ മാനോ ഒക്കെ എത്ര കൊമ്പ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേമാതിരിയാണ് ഞാൻ പിടിച്ചത്, അല്ലെ ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. അവിടെ ഈഗോയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ട്രാജഡി തന്നെയാണ് അത് ഈഗോ എന്ന് പറയുന്നത് കേട്ടോ. ഡിസോണസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഭയങ്കര അവിശ്വാസം വന്നു ഈ വ്യക്തിയിൽ എന്നാണ്. നിങ്ങളെ അവിശ്വസിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ അവിശ്വസിച്ചു എന്നാണ്. നിങ്ങൾ അവിശ്വസിച്ചു. കാരണം വെച്ചാൽ ഇത്രമാത്രം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാണിക്കുമ്പോൾ നമുക്ക് വിശ്വാസക്കുറവ് വരുന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും പിന്നെ ഇയാളുടെ തെറ്റുകളും പിന്നെ കുറവുകളും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഹർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ്. ഈ വിഷയം പറഞ്ഞിട്ട് ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. ഇവിടെ സിംഗിൾ, പിന്നെ മാരേജ് ചെയ്ത മാരീഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ എക്സ്ട്രാ പിന്നെ മെറിറ്റലായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കിവിടെ പറയാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി വളരെ പിന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത്, അതായത് നമ്മൾ സോൾ സെർച്ചിങ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദൈവികമായ ചില പരിവേഷങ്ങൾ, അന്നൊരു പൈശാചിക പരിവേഷമായിരുന്നു ആദ്യകാലങ്ങളിൽ.
ഓപ്ഷൻ്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു മായികമായ ഒരു ലോകമായിരുന്നു, അവിടെ ഒരു പൈശാചിക വലയം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു സോൾ സെർച്ചിങ്ങിലൂടെയും തൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി വന്നപ്പോഴേക്കും ഇപ്പോൾ ചിന്തിക്കുന്നു, എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, നിന്നെ ഞാൻ പലപ്പോഴും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ നല്ല രീതിയിൽ കണ്ടിട്ടില്ല, ഞാൻ നിന്നോട് തന്നിട്ടില്ല. ഇപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ജീവിതത്തിൻ്റെ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിന് നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്ന് അയാൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഡിസഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കും എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഞാൻ എന്തെല്ലാമാണ് എൻ്റെ ഭാഗത്ത് വന്നതെങ്കിലും നിങ്ങൾക്കങ്ങനെ വിട്ടുപോകാൻ കഴിയില്ല എന്നാണ് ഈ വ്യക്തി ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സെൻസ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ്. ഓക്കെ, കാരണം ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു സോൾ ടൈയുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോൾ ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആത്മാക്കൾ തമ്മിൽ കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലാണ്. കെട്ടിയിടപ്പെട്ട അവസ്ഥ, അതാണ് ഈ വ്യക്തി പറയുന്നത്. എനിക്ക് എന്നെ മറന്ന് അവൾക്കോ അല്ലെ അവളെ മറന്ന് എനിക്കോ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെ മറന്ന് എനിക്കോ എന്നെ മറന്ന് അവനോ ജീവിക്കാൻ പറ്റില്ല. ഹി ഓർ ഷീ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കണം. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു, ഞാൻ എപ്പോഴും നിന്നിൽ കണക്റ്റഡ് ആണ്. ഞാൻ എവിടെ ഓടി ഒളിച്ചാലും ശരി, ഞാൻ എവിടെ പോയാലും ശരി, ഞാൻ എവിടെ ഇരുന്നാലും ശരി, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, എനിക്ക് അന്ന് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നു നീയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം എന്നാണ്. ഓക്കെ, ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി, ഞാനിപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചകൾ, അതുപോലെ തന്നെ ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നീ എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞാൻ അർഹൻ ആണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് സമയം വേണം. എന്തിന്? എനിക്ക് കുറച്ചുകൂടി നല്ലതുപോലെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുവാനുള്ള ഒരു സമയം എനിക്ക് നീ തരണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും എനിക്കിപ്പോഴാണ് എനിക്ക് ഈ ക്ലാരിറ്റി എല്ലാം കിട്ടിയത് എന്ന് മനസ്സിലാകുന്നു. ഞാൻ ഇതുവരെ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു പലതും എന്ന് ഞാൻ ധരിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ ഈഗോ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഈഗോ ഉണ്ടായിരുന്നു എന്നിപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ആ ഈഗോയാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണമെന്ന് ആൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ, ഞാൻ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് നമ്മൾ നല്ലൊരു ജീവിതം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനും നിങ്ങളുമായിട്ട് തെറ്റിപ്പിരിയാനുണ്ടായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ചയുടെ കാരണവും ഒക്കെ ഇത് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് 2 കാർഡും വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ല ജീവിതം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഡിവൈൻ തരുന്ന ഒരു സന്ദേശം. എത്ര പേർക്ക് അതിനകത്ത് അത് കൊണ്ടുപോകാൻ കഴിയും, എത്ര പേർക്ക് താല്പര്യമുണ്ടാവും, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിവിടെ ഞാൻ കണ്ട എനർജി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല, പറഞ്ഞുകൊള്ളട്ടെ, കാരണം അതിനുള്ള അർഹത എനിക്കില്ല. ഓക്കെ, എനിക്കിത് ഇന്നത്തെ എനർജി കാർഡ്സ് കണ്ടു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.